ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂടിനും നോമ്പിനും അല്ലാത്തപ്പോഴൊക്കെ നമുക്കിത് ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി. ദാഹവും വിശപ്പൊക്കെ മാറിക്കിട്ടും. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 10-11 ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് വൃത്തിയാക്കിയിട്ട് എടുത്തു വയ്ക്കാം. പിന്നെ ഈ ഒരു പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇപ്പോൾ ഇത് ഇവിടെ നല്ല പോലെ കളറൊക്കെ മാറി ഇതുപോലെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കവർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ആദ്യം ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അത് പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അലിഞ്ഞു വരും. ഓരോരുത്തർക്കും എത്രയാണോ ജ്യൂസ് വേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഈ ഒരു പാലിൻ്റെയും പഞ്ചസാരയുടെയും മറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ്. അപ്പോൾ എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നല്ലപോലെ അലിഞ്ഞ് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തണുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈത്തപ്പഴം കുരുവൊക്കെ ഇളക്കി മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതും ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ജ്യൂസിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ പാലും വെള്ളവും ഒന്നും ഒഴിച്ചു കൊടുക്കാതെ ആദ്യം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പാല് നല്ലപോലെ തണുത്തതിന് ശേഷം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ബാക്കിയുള്ള ആ ഒരു കാരമലൈസ് ചെയ്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് വെള്ളം ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലാതെ ഈ ഒരു കട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തണുപ്പിനായിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജ്യൂസ് ടൈപ്പായിട്ട് നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയിട്ടോ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒരു ഡ്രിങ്ക്സ് പരുവത്തിൽ നോമ്പ് തുറക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ ചൂട് സമയത്തൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഭയങ്കര ദാഹമൊക്കെ വിശപ്പൊക്കെ മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.